ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ റെഡിയാവും കേട്ടോ. വിളക്ക് കത്തിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. ഞാൻ എല്ലാ ചൊവ്വാഴ്ച ദിവസവും മുരുകൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതേമാതിരി പോകാൻ റെഡിയാകുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ശരി, ഞാൻ പോകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ ചെന്നിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ആദ്യത്തെ ചാനൽ ഉണ്ട്. ആ ചാനലിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മോട്ടീവ് വൈബ്സ് 369 ആണ് ആ ചാനലിൻ്റെ പേര്. അവിടുത്തെ ശിവനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ഇത് നമുക്ക് പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ മോള് വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് പോകുന്നതല്ലേ എൻ്റെ ശരി. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതും. ഒരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ വീട്ടിലൊരു ദീപം കൊളുത്തി വെച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ മോളും അത് ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, എല്ലാം റെഡിയായി, വിളക്കെല്ലാം കത്തിച്ചു. അമ്പലത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ക്ഷേത്രത്തിനകത്ത് വന്നു. ഇത് ഈ കഴിഞ്ഞിടെയാണ് കുംഭാഭിഷേകം കഴിഞ്ഞത്. പുതിയതായിട്ട് കെട്ടിയ ഗോപുരവും ക്ഷേത്രവുമാണ്. മുകളിലുള്ള അമ്പലത്തിലാണ് മുരുകൻ ഇരിക്കുന്നത്. ഇവിടെ ശിവനും മറ്റ് ദൈവങ്ങളും എല്ലാവരുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പുതിയതായിട്ട് മുരുകൻ്റെ ക്ഷേത്രമാണ് മെയിനായിട്ടും. പുതിയതായിട്ട് ശിവൻ, കൃഷ്ണൻ, എല്ലാ ദൈവങ്ങളെയും എല്ലാ മൂർത്തികളെയും വെച്ചിട്ടുണ്ട്. അതേപോലെ നവഗ്രഹങ്ങളുടെ സന്നിധി എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിലോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായിട്ട് ഞാൻ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും അകത്ത് പോയിട്ട് തൊഴുതിട്ട് വെളിയിൽ വന്നിട്ട് വെളിയിൽ ചുറ്റിനും ഇരിക്കുന്ന ആ ദൈവങ്ങൾക്ക് മോള് പൂ വെച്ച് വിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഗോപുരം, അവിടെയാണ് മുരുകൻ ഇരിക്കുന്നത്. അതൊരു മലമുകളിലാണ്. നമ്മൾ കയറ്റം കയറി പോകണം. അതിനാണുള്ള സ്റ്റെപ്പാണ് ആ കാണുന്നത്. അപ്പോൾ താഴെ വിനായകരുടെ ഒരു സന്നിധിയുണ്ട്. വിനായകരെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ഒരു സന്നിധിയുണ്ട്. അവിടെ തൊഴുതിട്ട് വേണം നമ്മൾ മുകളിലോട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ റോഡൊക്കെ പളനിയിലൊക്കെ വരുന്ന പതിവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലും വന്നൊന്ന് ദർശനം ചെയ്തിട്ട് പോവുക. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു മുരുകൻ്റെ അമ്പലമാണിത്. അപ്പോൾ നിങ്ങൾ പളനിയിൽ നിന്ന് കയറുമ്പോൾ ഈ റോഡിനുള്ള ബസ്സിന് കയറിയാൽ അവിടെ ഈ പെരുന്തുറ വഴി ഈ റോഡിനുള്ള ബസ്സിന് കയറിയാൽ തിണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം. എളുപ്പമാണ്. അവിടെ ഇറങ്ങി ആ തിണ്ടൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് മുകളിലോട്ട് കയറിപ്പോയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ അകത്തെല്ലാം ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് ഇനി നമ്മൾ പോകുന്നത് ഒരു സിദ്ധരുടെ ഒരു ഗുഹയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കണം. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് ധ്യാനം ചെയ്യണം. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് വളരെ വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നു പോയി നിൽക്കുകയാണ്. 9:30 വരേക്കും ആൾക്കാർ വന്നു പോയി നിൽക്കും. അപ്പോൾ ഇതാണ് സിദ്ധരുടെ ഗുഹ. ഇവിടെയാണ് സിദ്ധർ ജീവസമാധി ആയത്. അപ്പോൾ ഇത് നല്ല പവർഫുള്ളാണ്. എനിക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു ഉള്ള സമയത്തൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ ഇവിടെ വന്ന് ഒരുപാട് നേരം ധ്യാനം ചെയ്തിരിക്കും. മനസ്സിന് നല്ല റിലാക്സാണ്. ഒരു ശാന്തസുന്ദരമായൊരു പ്രകൃതിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം വരുമ്പോൾ രാത്രിയുടെ സമയങ്ങളിലാണ് വരാറുള്ളത്. അപ്പോൾ നല്ല ഫ്രീ ആയിട്ട് തൊഴാം. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി ഇനി അമ്പലത്തിന് വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലത്തിലാണ് മുരുകൻ്റെ ശില വരാൻ പോകുന്നത്. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിലയുള്ളത് സേലത്തിലൊരു മുരുകൻ്റെ അമ്പലമാണ്. ഇത് അതിലും ഏറ്റവും കൂടിയ ഹൈറ്റുള്ള ഒരു മുരുകൻ്റെ ശില ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലം അവിടെ ഒരുക്കിയിരിക്കുന്നത്. പണിയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആൾക്കൂട്ടം നിറയെ ആൾക്കാർ വന്ന് പോയി നിന്നതുകൊണ്ട് ഇപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെയും സ്വാമി സ്വാമി കുമ്പിട്ടിട്ട് നമ്മൾ മേളിലേക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഇതാണ് മലയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. ഇത് വളരെ രസമാണ് രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ എല്ലാം
പൂജകളും വഴിപാടുകളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.